10ാം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിക്കാൻ 28ാം തീയതി നെടുങ്കണ്ടത്തെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടതെന്ന് UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇക്കാലയളവിൽ 30-ലധികം കരിനിയമങ്ങൾ ജില്ലയ്ക്കുമേൽ അടിച്ചേൽപ്പിച്ച ഈ സർക്കാർ ഇടുക്കിക്കാരെ ദ്രോഹിക്കുകയായിരുന്നുവെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇടുക്കി ജില്ലയിൽ എത്തിച്ചേരുമ്പോൾ ഇടുക്കിയിലെ ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടുക്കിയിലെ ജനങ്ങളെ ഇതുപോലെ ദ്രോഹിച്ച ഒരു ഭരണകൂടം, ഒരു സർക്കാർ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് 30ഓളം കരിനിയമങ്ങൾ അത് ഇടുക്കി ജില്ലയിൽ മാത്രമായി അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. മുണ്ടക്കയത്തിനപ്പുറത്തേക്ക് ചെന്നാൽ, അതല്ല എങ്കിൽ നേരിമംഗലത്തിനപ്പുറത്തേക്ക് ചെന്നാൽ നിരവധിയായ വാണിജ്യ സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നു. പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ, കോളേജ് കെട്ടിടങ്ങൾ, ആശുപത്രികൾ, സിനിമാ തിയേറ്ററുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ഇതിൻ്റെ എല്ലാം നിർമ്മാണം നടക്കുന്നു. പക്ഷേ ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ 9 കൊല്ലമായി യാതൊരു രീതിയിലുള്ള വാണിജ്യ സമുച്ചയങ്ങളോ പുതിയ കോംപ്ലക്സുകളോ നിർമ്മിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. 2019 ജില്ലയിൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ നിർമ്മാണ നിരോധനം ഇപ്പോഴും തുടരുകയാണ്. മറ്റ് ജില്ലകളിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ബഹുനില മന്ദിരങ്ങൾ, തിയേറ്ററുകൾ, ആശുപത്രി സമുച്ചയം, സ്കൂൾ, കോളേജ് സമുച്ചയങ്ങൾ എന്നിവ ഉയരുമ്പോൾ ഇടുക്കിയിൽ ഒരു പെട്ടിക്കട തുടങ്ങാൻ പോലും അനുമതി ലഭിക്കാത്ത സാഹചര്യമാണ്. ഉടുമ്പൻചോല മുതൽ മറയൂർ വരെ 13 പഞ്ചായത്തുകളിൽ കളക്ടറുടെ അനുമതിയില്ലാതെ കാലിത്തൊഴുത്ത് പോലും നിർമ്മിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. CHRനെ വനഭൂമിയാക്കി മാറ്റാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമം നടക്കുന്നു. CHRന്റെ വിസ്തൃതി എത്രയെന്ന് പോലും കണക്കില്ലാത്ത സർക്കാരാണിത്. വന്യജീവി ആക്രമണത്തിൽ ജനം പൊറുതിമുട്ടുമ്പോൾ പുതുതായി 5 പ്രദേശങ്ങൾ റിസർവ് വനമായി പ്രഖ്യാപിച്ചു. സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് മുതൽ കർഷകർ കുടിയേറി പാർക്കുന്ന തൊമ്മൻകുത്ത്, വണ്ണപ്പുറം പ്രദേശങ്ങളിൽ 4005 ഏക്കർ വനഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് കൊടുത്തു. കൂടാതെ ആരോഗ്യമേഖലയിലെ തകർച്ചയ്ക്കൊപ്പം ഇടുക്കി മെഡിക്കൽ കോളേജ് ഇപ്പോഴും ശൈശവാവസ്ഥയിലാണ്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണം പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തു. പിണറായി സർക്കാരിന്റെ വികസന നേട്ട മേനി പറച്ചിൽ ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ജില്ലയിലെ ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടതെന്നും UDF നേതാക്കളായ അഡ്വക്കേറ്റ് സേനാപതി വേണു, PS യൂനുസ്, MS മഹേശ്വരൻ, രാജേഷ് അമ്പഴത്തിങ്കൽ എന്നിവർ പറഞ്ഞു. മുഖ്യമന്ത്രി ജില്ലയിൽ എത്തുന്ന നാളെ ഈ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ UDF നേതൃത്വത്തിൽ പ്രതിഷേധവും സംഗമവും സംഘടിപ്പിക്കും. പ്രതിഷേധ സദസ്സ് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു.